നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ഛത്തീസ്ഗഡ് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻ കോടതി തള്ളി. തുടർ നടപടികൾക്കായി കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റി. കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ FIR-ൽ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് കേസ് NIAക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചത്. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് മത്സര സമയത്ത് തന്നെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സ്വർണ്ണ കിരീടം മാതാവിന് സമർപ്പിച്ച കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം ഈ സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഈ കൂട്ടർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സംഭവത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കുന്നു കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ള നേതാക്കൾ രാജ്ഭവൻ മാർച്ചിന് നേതൃത്വം നൽകി. ആട്ടിൻതോയിട്ട ചെന്നായ്ക്കളെ പോലെ അവർ കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി കേക്കുകൾ വിതരണം ചെയ്യുക, പരിഹസിക്കുകയാണ്. മലപ്പുറം അരീക്കോട് കളപ്പാറയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. കോഴി വേസ്റ്റ് പ്ലാന്റിൽ വീണാണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കുപറ്റിയ ഇവരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബികാസ് കുമാർ, ഹിതേഷ് ശരണ്യ, സമദ് അലി എന്നിവരാണ് മരിച്ചത്. 2 ബീഹാർ സ്വദേശികളും 1 ആസാം സ്വദേശിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. മൃതശരീരങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ. കാരുമാത്ര സ്വദേശിനി 23 വയസ്സുകാരിയായ ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ കസ്റ്റഡിയിലെടുത്തു. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയെന്നാണ് വിവരം. ഇന്നലെ ഭർത്തൃവീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റഷ്യയുടെ കിഴക്കൻ തീരത്ത് ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടതിന് പിന്നാലെ ജപ്പാൻ, റഷ്യ തീരങ്ങളിൽ സുനാമി. ജപ്പാനിൽ 2ഇടങ്ങളിലായി തീരത്ത് വലിയ കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു. തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ഫുക്കുഷിമ ആണവ നിലയവും ഒഴിപ്പിച്ചു. ഇവിടത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുന്നുവെന്നാണ് വിവരം.